നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശാസ്ത്രജ്ഞനാണ്, പരിസ്ഥിതി സംരക്ഷകനാണ്, ജൈവ വൈവിധ്യ സംരക്ഷകനാണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വയനാട്ടുകാരൻ ഡോക്ടർ എൻ അനിൽകുമാറാണ് എന്നോടൊപ്പമുള്ള അതിഥി. വയനാടിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണവും ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ഇവിടുത്തെ കർഷകരെല്ലാം മുന്നേറുമ്പോൾ അവർക്ക് താങ്ങും അവർക്കൊരു പ്രോത്സാഹനവും സഹകരണവും ഒക്കെയായി ഒപ്പമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വയനാട്ടിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 2030 കേരളം ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ജൈവ വൈവിധ്യ സംരക്ഷണ മുന്നേറ്റം നടത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആദ്യമേ തന്നെ അഭിമാനത്തോടു കൂടി ഒരു അഭിനന്ദനം പറയുകയാണ്. ആലപ്പുഴക്കാരനായിരുന്നാലും വയനാട്ടിൽ വന്ന് സ്ഥിരതാമസമായി ഇപ്പോൾ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ചെയർമാനായതിൽ ഒരു അഭിമാനത്തോടു കൂടിയുള്ള അഭിനന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പം ഈ പശ്ചിമഘട്ട മലനിരകളിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ അങ്ങ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടാണല്ലോ ഇങ്ങനൊരു സ്ഥാനലബ്ധി ഉണ്ടായിട്ടുള്ളത്. ഈ പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൻ്റെ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇനി പുതിയ പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ പശ്ചിമഘട്ട പർവ്വതനിരകൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ജൈവ വൈവിധ്യത്തെ മൂന്നായിട്ട് കാണാൻ കഴിയണം. ഒന്ന് നമ്മുടെ വനജൈവ വൈവിധ്യം, 2 കാർഷിക ജൈവ വൈവിധ്യം, 3 നമ്മുടെ കടലോര മേഖലയിലെ ജൈവ വൈവിധ്യം. അപ്പോൾ ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തെ ഈ പശ്ചിമഘട്ടവുമായിട്ട് മാത്രം ചേർത്ത് നിർത്തിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ പശ്ചിമഘട്ടത്തോടൊപ്പം നമ്മുടെ തീരദേശം, അത് പശ്ചിമ തീരദേശം എന്ന് പറയാം, അത് വളരെ നിർണായകമാണ്. അതുപോലെ നമ്മുടെ കാർഷിക മേഖല, കാർഷിക ജൈവ സമ്പത്ത്, അതും വളരെ നിർണായകമാണ്. അപ്പോൾ ഇതുവരെ ബോർഡായാലും നമ്മൾ പൊതുവേ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ വനജൈവ വൈവിധ്യം, ആനയും പുലിയും കാടും ഒക്കെയാണ്. അപ്പോൾ ബോർഡ്, ഇപ്പോൾ ഞാൻ ബോർഡിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ബോർഡ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ 3 വൈവിധ്യവും വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൽ വനജൈവ വൈവിധ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് വലിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വനഗവേഷണം ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. തീരദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീരദേശത്തിലും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഉണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഉണ്ട്. കേരളം അത്ര അതിലേക്ക് മുന്നോട്ട് വന്നില്ലെങ്കിൽ കൂടിയും തീരദേശം വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ കാർഷിക ജൈവ വൈവിധ്യവും. അപ്പോൾ ഇപ്പോൾ ഈ 3 വൈവിധ്യത്തെയും മുന്നിൽ കണ്ടുകൊണ്ട്, എന്നാൽ കാർഷിക ജൈവ വൈവിധ്യത്തിനും തീരദേശ ജൈവ വൈവിധ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത്. സാറ് ശരിക്കും ഗ്രൗണ്ട് തലത്തിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിച്ച് അവരോട് ഇടപഴകി ജീവിച്ച് ഒരു തലപ്പത്തെത്തിയ ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ആസൂത്രണത്തിലൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ജൈവ വൈവിധ്യ സംരക്ഷകർ എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ കാടിൻ്റെ സംരക്ഷണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പ് കാട് സംരക്ഷിച്ചത് അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളും തദ്ദേശീയ ജനതയാണ്. പിന്നെ നമുക്ക് ഫോഴ്സ് വന്നു, അവരതിനെ നിയമപരമായിട്ട് അതിനെ സംരക്ഷിക്കും. അപ്പോൾ തദ്ദേശീയർക്ക് വലിയ പങ്കുണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ഔദ്യോഗിക ജീവിതകാലത്ത് വളരെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ പറയുക സാമൂഹിക ജൈവ വൈവിധ്യം എന്ന് പറയുക, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റും അതിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ വികേന്ദ്രീകൃത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ നേതൃത്വത്തിൽ ഈ സാമൂഹിക ജൈവ വൈവിധ്യ പരിപാലനം, അത് കേരളത്തിൻ്റെ ഒരു വലിയ സംഭാവനയായിരിക്കും. അവിടെയാണ് എൻ്റെ ഒരു വിജയം വരുന്നത്. എങ്ങനെ വിജയം എന്നല്ല, എൻ്റെ ഒരു സംഭാവന വരുന്നത് അവിടെയാണ്. ഇപ്പം നമ്മളിപ്പോൾ സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാമിനാഥനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ഒരു സഹയാത്രികനായിരുന്നു, സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ ഇതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് രാജ്യത്തും ലോകത്തും തന്നെയും അദ്ദേഹമാണല്ലോ. അദ്ദേഹത്തോടൊപ്പമുള്ള അനുഭവം എന്തായിരുന്നു സാറിന്? ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ചൊരു ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി, അതിനെ റിവൈസ് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ ഇട്ടിരുന്നത് എ സയൻറ്റിസ്റ്റ്, എ കൺസർവേഷനിസ്റ്റ്, എ ഹ്യൂമനിസ്റ്റ്. അപ്പോൾ ആദ്യം ഒരു സയൻറ്റിസ്റ്റാണ്, കാരണം ലോകപ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ്.
അത് രണ്ടാമത് അദ്ദേഹം ഒരു നല്ല പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷകനും കൂടാണ്. അത് അങ്ങനെ ആളുകൾക്ക് അതറിയില്ല. മൂന്നാമത് ഏറ്റവും നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം, ഹ്യൂമനിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ മൂന്നും കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ചുരുക്കം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സ്വാമിനാഥൻ. അത് ഞാൻ ഈ മൂന്ന് ഭാവത്തെയും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാൾ. അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അദ്ദേഹം ബയോഡൈവേഴ്സിറ്റിയെ കാണുന്നത് എനിക്ക് ആദ്യം ഞാൻ ബയോഡൈവേഴ്സിറ്റിയിൽ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വളരെ അക്കാഡമിക്കാണ്. അതായത് ചെടികളൊക്കെ അറിയാം, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും, അതിനെക്കുറിച്ച് സംസാരിക്കും, ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കും. പക്ഷേ അദ്ദേഹം എനിക്ക് തന്ന ജോബ് ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് എന്നായിരുന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇവിടെ നിൻ്റെ അറിവ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പകർന്നു കൊടുക്കണം. അവരെ ഇത് പരിശീലിപ്പിച്ചിട്ട് നീ എന്താണോ പഠിച്ചത് അതിനെ പരിപാലിക്കാൻ, അതിനെ സംരക്ഷിച്ച് ഉപയോഗപ്പെടുത്താൻ. പരിപാലനം എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സുസ്ഥിര ഉപയോഗം കൂടെ ചേർന്നതാണ്. അല്ലാതെ വെറും ജൈവവൈവിധ്യ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടച്ചു പൂട്ടി ഇപ്പം വളരെ ഗാർഡ് ചെയ്ത് സംരക്ഷിക്കുക എന്നുള്ളതല്ല. അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിലൂടെ സംരക്ഷണം സാധ്യമാകും. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കിട്ടുന്ന പ്രയോജനങ്ങൾ കർഷകരിലേക്കും ആദിവാസി വിഭാഗത്തിലേക്കും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലേക്കും ഒക്കെ എത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ ജൈവവൈവിധ്യ സംരക്ഷണം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നേടാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ സ്വാമിനാഥനിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനാണോ അങ്ങ് ശ്രമിക്കുന്നത്? ഞാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. കാരണം അൾട്ടിമേറ്റായിട്ട് സമൂഹമാണല്ലോ വിജയിക്കേണ്ടത്. അപ്പോൾ സമൂഹത്തെ നയിക്കുന്നത് പക്ഷേ പലപ്പോഴും നമുക്ക് ചെറിയൊരു വിഭാഗമായിരിക്കും. അപ്പോൾ സമൂഹം ലാർജ് വിഭാഗവും എപ്പോഴും അതൊരു അടിത്തട്ടിലാണ്. അവരാണ് ഈ പ്രകൃതിയുടെ ദുരന്തമായാലും പ്രകൃതി സംരക്ഷകരായാലും ഒക്കെ. അപ്പോൾ അവരുടെ വിശ്വാസം, അവരുടെ അറിവ്, അവരുടെ ബൗദ്ധികമായിട്ടുള്ള സ്വത്തവകാശങ്ങൾ, ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യയെ പോലുള്ളൊരു രാജ്യം, കാരണം ഇന്ത്യ ഒരു വലിയ ജൈവവൈവിധ്യ സമ്പന്നമായ ഒരു രാജ്യമാണ്. അതുപോലെ ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ്. പാവപ്പെട്ടവരുടെ സംഖ്യ ഇപ്പോഴും കൂടുതലുള്ള ഒരു രാജ്യമാണ്. പ്രകൃതി വിഭവങ്ങളുമായിട്ടും കൃഷിയുമായിട്ടും ഒക്കെ ചേർന്ന് അതിനെ പരിപാലിച്ച് നിൽക്കുന്ന ജനവിഭാഗമുള്ള നാടാണ്. അപ്പോൾ ഇന്ത്യയുടെ ജൈവവൈവിധ്യ പരിപാലനം എന്ന് പറയുമ്പോൾ അതിപ്പോൾ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലുള്ള ജൈവവൈവിധ്യ പരിപാലനമോ അല്ലെങ്കിൽ ഈവൻ ചൈനയുടെ ജൈവവൈവിധ്യ പരിപാലനമോ ആകാൻ പാടില്ല. കാരണം നമ്മൾ വളരെ സാംസ്കാരികമായി വൈവിധ്യമാർന്ന, പ്രകൃതിപരമായി വൈവിധ്യമാർന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രത്യേക സാമൂഹിക അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വൈവിധ്യ പരിപാലനം സ്വാമിനാഥൻ അത് നന്നായിട്ട് മനസ്സിലാക്കി, അത് ഉപയോഗപ്പെടുത്തി അങ്ങനെ ലോകത്തിന് മോഡലാക്കി കാണിക്കാൻ കഴിയണം. അല്ലാതെ വെസ്റ്റേൺ കൺട്രീസ് പോയതുപോലുള്ള ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ ഇന്ത്യ പോകാൻ പാടില്ല. അത് സ്വാമിനാഥന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിന്തുടർന്ന് പോകാനാണ് ഈ എൻ്റെ സ്ഥാപനവും ഇപ്പോൾ ഗവൺമെൻറ്റിനും ആ ഒരു താല്പര്യത്തോടു കൂടിയുള്ളതാണ്. ജൈവവൈവിധ്യ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണമല്ലോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഈ അടുത്ത ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളെയും ഒക്കെ നമ്മൾ വിലയിരുത്താൻ. അങ്ങനെ വരുമ്പം ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാൻ എന്തൊക്കെ പദ്ധതികൾ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്? കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിൻ്റെ മിറ്റിഗേറ്റ് ചെയ്യാനും കുറയ്ക്കാനും, ചെറുക്കാനും കുറയ്ക്കാനും അതുമായിട്ട് ചേർന്ന് നിന്ന് പോകാനും ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജൈവ വൈവിധ്യമാണ്. അപ്പോൾ ആ ജൈവ വൈവിധ്യത്തെ നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തി കഴിഞ്ഞാൽ, കാരണം ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ വിശേഷിച്ച് ഹരിത നിറത്തിലുള്ള വൈവിധ്യം ഇത് കാർബണെ ആഗിരണം ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് കാർബൺ മോളിക്യൂളാണ്. അപ്പോൾ ഈ കാർബൺ മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡിൻ്റെ രൂപത്തിലാണ് കൂടുതലായിട്ടും നമ്മുടെ ഹരിതഗൃഹവാതകം. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യാൻ നമ്മുടെ ഹരിത നിറമുള്ള സസ്യങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് വനവൽക്കരണം അത്യാവശ്യമായിട്ട് വരുന്നത്. വനം മാത്രമല്ല, വനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്ന മലയോരങ്ങളിലുള്ള വനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ വനം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കാവുകൾ, അതുപോലെ പൊന്തക്കാടുകൾ, വഴിയോരങ്ങളിലുള്ള ഷെയ്ഡ് ഇടങ്ങൾ, ഇതൊക്കെ അതായത് ആ വൈവിധ്യം, നമ്മുടെ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, അതിനെ നിലനിർത്തിയാൽ ഈ ആഗീരണം വളരെ പ്രധാനമായിട്ട് നടക്കും. അതുപോലെ നമ്മുടെ മണ്ണ്, സോയിൽ ഏറ്റവും നന്നായിട്ട് കാർബണെ ആഗീരണം ചെയ്യും, സോയിൽ ഓർഗാനിക് കാർബൺ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ജൈവ വൈവിധ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ജൈവ കൃഷി,
അതുപോലെ പുനരുജ്ജീവന കൃഷി, അത് അങ്ങനെയുള്ള അതായത് വളങ്ങൾ, രാസകീടനാശിനികൾ അതിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവന്നുള്ള, ഇപ്പോൾ നമുക്ക് അമിതമായി അതിനെ ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, ശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗങ്ങൾ മാത്രം. ഇപ്പോൾ ഇസ്രായേൽ വിജയിച്ചത് അവരുടെ വെള്ളം അവർ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലായില്ല? അപ്പോൾ അതുപോലെ വെള്ളമായാലും വളമായാലും എല്ലാം നമ്മൾ വളരെ, അത് കീടനാശിനിയായാലും ഒക്കെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാം, മനസ്സിലായില്ല? അതായത് അതിന് വേണ്ട അളവിൽ. അപ്പോൾ അങ്ങനെയുള്ള കൃഷി രീതികൾ, ജൈവ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, പിന്നെ നമ്മുടെ വനം, ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഈ പറയുന്ന കാലാവസ്ഥയെ ചെറുക്കാനും കാലാവസ്ഥയോട് അഡാപ്റ്റ് ചെയ്യണം. നമുക്ക് അഡാപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വയനാട് ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, വയനാട്ടിൽ പെട്ടെന്ന് മഴ വരുന്നു, നമുക്ക് വീണ്ടും വരൾച്ച വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥ അല്ല ഇപ്പോൾ. പണ്ട് കാലാവസ്ഥ സ്ഥിരമായിരുന്നു. ഇപ്പോൾ ജൂൺ മാസത്തിൽ പെയ്യുന്ന മഴ ജൂൺ മാസത്തിൽ തന്നെ പെയ്യും, 1-ാം തീയതി തന്നെ മഴ തുടങ്ങും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ സമ്മർ മഴ കൃത്യമായിട്ടും വേനൽക്കാലത്ത് മഴയുണ്ടാവും. അപ്പോൾ ഇത് വ്യതിയാനം സംഭവിച്ചു. അത് വ്യതിയാനം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കാർഷിക കലണ്ടർ മാറ്റേണ്ടിയിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ജലസംരക്ഷണ മാതൃകകൾ മാറ്റേണ്ടിയിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ വനം, ഏതൊക്കെ തരത്തിലുള്ള വനം വൈവിധ്യവൽക്കരണം വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും സാറേ, നിങ്ങളുടേതായ പദ്ധതിയായിട്ട് ഒരു വഴിക്കും, കൃഷി വകുപ്പ് അവരുടെ പദ്ധതിയായിട്ട് വേറൊരു വഴിക്കും, ജലവിഭവ വകുപ്പ് അവരുടെ പദ്ധതിയായിട്ട് വകുപ്പ്, ഇത് തമ്മിലൊരു ഏകോപനം ഉണ്ടെങ്കിലല്ലേ ഇത് സാധ്യമുള്ളൂ. അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ ഏകോപനമാണ് ഇപ്പോൾ ഇന്ന് ലോകം തന്നെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജൈവവൈവിധ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ബോഡിയുണ്ട്, അതായത് നമ്മുടെ ആഗോള ജൈവ വൈവിധ്യ ഉടമ്പടിയുടെ സെക്രട്ടേറിയറ്റും അവരുടെ ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമാണ് എല്ലാ 10 വർഷം കൂടുമ്പോഴും അവർ ഈ ജൈവവൈവിധ്യ പ്ലാൻ ഉണ്ടാക്കും. അപ്പോൾ കഴിഞ്ഞ 92 മുതൽ ഈ പ്ലാനുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 20 മുതൽ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടെ പുഷ് ചെയ്തിട്ട് 22 മുതൽ 30 വരെ, അതായത് 2022 മുതൽ 2030 വരെ വന്നൊരു ഉടമ്പടിയുണ്ട്, ഒരു കരാർ. അത് കുമിങ് മോൺട്രിയാൽ ജൈവ വൈവിധ്യ ഉടമ്പടി എന്നാണ് പറയുക, ജൈവവൈവിധ്യ കരാർ എന്ന് പറയാം. കുമിങ് മോൺട്രിയാൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ്, അത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റുകൾ, ലക്ഷ്യങ്ങൾ. അപ്പോൾ ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾസ് പറയുന്നത് ഹോൾ ഓഫ് ഗവൺമെൻറ് ആൻഡ് ഹോൾ ഓഫ് സൊസൈറ്റി, അതായത് ഗവൺമെൻറ് മൊത്തമായും സമൂഹം മൊത്തമായും. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ അങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ്, അതുപോലെ ആദിവാസി വിഭാഗത്തിൻ്റെ അതിൻ്റെ വകുപ്പ്, മത്സ്യബന്ധന വകുപ്പ്, ഇതൊക്കെ ജൈവ വൈവിധ്യത്തെ മെയിൻ സ്ട്രീം ചെയ്യണം. മെയിൻ സ്ട്രീമിങ് ബയോഡൈവേഴ്സിറ്റി, അതിപ്പോൾ നിയമപരമായിട്ട് തന്നെ നമ്മളതിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ KBSAP, കേരള ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ, അതിപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അത് അപ്ഡേറ്റഡ് പ്ലാൻ, നമുക്ക് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ കുമിങ് മോൺട്രിയാൽ ടാർഗറ്റ്സിൻ്റെ ഇൻ്റഗ്രേഷനോടുകൂടി അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിക് എന്താ പറയുക പ്രിൻസിപ്പിൾ ഇതാണ്, ഹോൾ ഓഫ് ഗവൺമെൻറ് ആൻഡ് ഹോൾ ഓഫ് സൊസൈറ്റി. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അതിനെ വിളിക്കുന്നത് കൺവെർജൻസ്. ഇതെപ്പോഴത്തേക്ക് റിലീസാവും? ഇതിപ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ 20ാമത് വാർഷികമാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫെബ്രുവരി 28-ാം തീയതിയാണ് ആ ഡേറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആനുവൽ ഡേ. എന്തൊക്കെയാണ് നമ്മൾ കമ്പോണൻസ് ഉണ്ടാവുക? അതിൽ ഈ പ്ലാനിൽ നമ്മൾ 8 കമ്പോണൻ്റ് ഉണ്ട്. അതിൽ 1 വന ജൈവവൈവിധ്യം, 2 കാർഷിക ജൈവവൈവിധ്യം, 3 നമ്മുടെ അതിൽ തന്നെയുള്ള നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ ഡൈവേഴ്സിറ്റി. അങ്ങനെ അത് പോയിട്ട് അതിൻ്റെ ക്രോസ് കട്ടിങ് കാലാവസ്ഥാ വ്യതിയാനം, വികേന്ദ്രീകൃത ആസൂത്രണ അതിൻ്റെ സംഭാവനകൾ, ഇങ്ങനെ 4 മെയിൻ പില്ലേഴ്സും 4 ക്രോസ് കട്ടിങ് പില്ലേഴ്സുമാണ്. ഇതിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു വലിയ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 2030 ആകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനം, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ. അപ്പോൾ ജൈവവൈവിധ്യ സൗഹൃദ സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷിയിടങ്ങളിലെ ജൈവവൈവിധ്യം, നമ്മുടെ വന ജൈവവൈവിധ്യം, മത്സ്യ മേഖലയിലെ ജൈവവൈവിധ്യം, ഇതെല്ലാം നമ്മളെ അതിനെ സൗഹൃദപരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. ആ അർത്ഥത്തിലാണ് അതാണ് വരുന്നത്. ഇപ്പം കാര്യം സാറോട് ചോദിക്കാൻ പറ്റുമോ അറിയില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതി വയനാട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിച്ചതാണ്. ധാരാളം ആളുകൾ ഉപജീവനമായി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ന്യൂനത
ഈ പറയുന്ന ജൈവ വൈവിധ്യ സംരക്ഷിക്കപ്പെടുന്നതിൽ എത്രത്തോളം അതിൻ്റെ വാക്കിപ്പോൾ എനിക്കറിയാൻ പ്രയോഗിക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യത്തെ തകർക്കുവാണോ എന്ന് ചോദിച്ചാൽ തകർക്കലല്ല, എന്നാൽ പരിപാലനം കുറവുമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള പഠനം ശാസ്ത്രീയമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതാണ്, അതായത് കാടും പടലും പറിച്ചു കളയുക. വ്യക്തമായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഞങ്ങൾക്കുള്ള കൃഷിഭൂമിയിൽ എൻ്റെ വീട്ടിൽ ഞാൻ പരമ്പരാഗതമായി കണ്ടുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ വള്ളിയിൽ തൂങ്ങിയിട്ടുള്ള കാച്ചിൽ, അതുപോലെ തന്നെ ചുറ്റമർത്, ഇതൊക്കെ ധാരാളം എൻ്റെ പറമ്പിലുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ ജോലി ചിലവൊക്കെ വർദ്ധിച്ചതുകൊണ്ട് നമ്മൾ തൊഴിലുറപ്പിനെയാണ് പറമ്പ് കിളയ്ക്കാൻ ആശ്രയിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട്. അതിപ്പോൾ തൊഴിലുറപ്പുകാർ നശിപ്പിച്ചു എന്നല്ല നമ്മൾ ആ വാക്ക് പറയുന്നത്. ഒരു പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പം ആ സാധനങ്ങൾ കാണാനില്ല. അതുപോലെ കാന്താരി ചീനി ധാരാളം ഉണ്ടായിരുന്നു നമ്മളുടെയൊക്കെ പറമ്പിൽ. പല പറമ്പിലും ഇപ്പം അത് കാണാനില്ല. ഇങ്ങനെ പക്ഷി കാഷ്ടിച്ചിട്ട് മുളച്ചു വരുന്ന സസ്യങ്ങൾ, ചെറിയ അങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ നശിച്ചു പോയോ എന്നൊരു സംശയം. അല്ല, അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്താലും സാധാരണഗതിയിൽ ഇത് അടുത്ത മഴ വരുമ്പോൾ ഇത് കിളിച്ചു വരും. നമ്മൾ പണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അപ്പോൾ നമ്മുടെ പറമ്പ് കിളയ്ക്കാറുണ്ട് നമ്മൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വൈദേശിക സസ്യങ്ങൾ ധാരാളമായി വന്നെത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ വൈദേശിക സസ്യങ്ങളും തനത് സസ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഈ മത്സരത്തിൽ വൈദേശിക സസ്യങ്ങളാണ് വിജയിക്കുന്നത്. കാരണം അത് വളരെ അഗ്രസീവാണ്. അപ്പോൾ ആ അഗ്രഷൻ നമ്മളിപ്പോൾ ഒരു ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ഏരിയയിൽ ഇപ്പോൾ തൊഴിലുറപ്പുകാർ വന്നത് ക്ലീൻ ആക്കുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് അടുത്ത മഴയ്ക്ക് അത് കിളിർത്തോളും. പക്ഷേ ഇത് കിളിർക്കുന്നില്ല. അതിനെ നേരെ മറ്റേ വൈദേശിക സസ്യങ്ങളാണ് അതിനെ എൻക്രോച്ച് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പറമ്പിൽ നിന്ന് ഇത് മാറും. പക്ഷേ വീണ്ടും പച്ചപ്പുണ്ടാവും. പക്ഷേ ആ പച്ചപ്പുണ്ടാകുന്നത് ഈ പറയുന്ന തരത്തിലുള്ള സസ്യങ്ങൾ. ഇപ്പം വനസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം, മറ്റ് ആളുകൾ, സംഘടനകളോ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ അത് ആഗോള ഫണ്ട് തട്ടിയെടുക്കാനുള്ള ഒരു നീക്കം, ശ്രമം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ? അല്ല, അത് എപ്പോഴും ഇപ്പോൾ ഈ അഭിപ്രായങ്ങൾ ആളുകൾക്ക് പറയാം. പക്ഷേ നമ്മൾ ഈ ഭൂമിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിന്നറിയാവുന്ന ഒരേ ഒരു ജീവനുള്ള ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശം എന്ന് പറയുന്ന പ്രദേശത്തിൽ പെടുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെ ജൈവ വൈവിധ്യം വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ റിച്ചാണ്. ഈ വൈവിധ്യം ഭൂമിയുടെ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഈ വൈവിധ്യത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിമാലയസത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം പറയുന്നത്. അപ്പോൾ അത് ആഗോള ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ആഗോള ഫണ്ട് ഇവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാരണം ആഗോളതലത്തിൽ ഈ ജൈവവൈവിധ്യത്തെ നശിപ്പിച്ചതും കാലാവസ്ഥയെ വ്യതിയാനം ഉണ്ടാക്കിയതും ഒക്കെ ഈ അവിടുത്തെ രാജ്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്നുള്ളതിലാണ് ഈ പണം വരുന്നത്. ആ പണം പക്ഷേ അവരിപ്പോൾ തരുന്നുമില്ല. അതാണ് രസം. അപ്പോൾ ഈ പണത്തെ മേടിച്ചെടുത്ത് നമ്മുടെ ജൈവവൈവിധ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ സുസ്ഥിരമായി പരിപാലിക്കേണ്ട കടമ നമുക്കുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഫണ്ട് തരാതായി പോയത്? അത് തരാതായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു നെഗോഷിയേഷൻ പവർ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഇത് മേടിക്കേണ്ട എന്നുള്ള ഒരു തരത്തിലും നമ്മളൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ചൈന അതൊക്കെ ഇവരുടെ പണം വേണ്ടെന്ന് പറയുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയും ആ അർത്ഥത്തിൽ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നെഗോഷിയേഷൻ പവർ ഉള്ളൂ. മറ്റേത് അവരുടെ പിച്ച നമ്മൾ തേടുന്നു എന്നുള്ളതാണ് ഈ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അവർ തരണമെന്നുള്ളത് അവരുടെ കമ്മിറ്റ്മെൻറ്റാണ്. കാരണം അവർ നടത്തിയ മിസ്റ്റേക്സ് അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പണം വേണം. അപ്പോൾ അത് നമുക്ക് അവരുടെ പണം മേടിച്ചെടുക്കാൻ കഴിയണം, നമ്മുടെ പണം ഇതിന് ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ ഒരു സുസ്ഥിരമായ വികസനം. പോലെയുള്ള ഒരു വിദഗ്ധനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനും ആളുകൾക്ക് ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും കുറേ സംശയങ്ങളൊക്കെ വന്നിട്ട് ചോദിക്കണമെന്ന് മനസ്സിൽ അവർ കരുതുന്നുണ്ട്. നമുക്ക് രണ്ട് ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, സാറിൻ്റെ മേഖലപ്പെട്ടതല്ലെങ്കിൽ പോലും രൂക്ഷമായ ഒരു വന്യമൃഗശല്യം നേരിടുന്ന ഒരു പ്രശ്നം വയനാട് ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ജൈവസമ്പത്ത് സംരക്ഷിക്കപ്പെടുകയും വേണം, ഇതിനെ പ്രതിരോധിക്കുകയും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ യാഥാർത്ഥ്യമാവും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജൈവവൈവിധ്യം നമ്മൾ എന്തുകൊണ്ടാണ് ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എങ്ങനെ കുറയ്ക്കാം? അപ്പോൾ എന്തുകൊണ്ട് സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ വനത്തിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. കാരണം വനം എന്ന് പറയുന്നത് അവരുടെ വീടാണ്. അപ്പോൾ ഈ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ക്വാളിറ്റി കുറയാനുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയുടെ കുറവ് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ കുറവാണ്.
ഇപ്പം നമ്മൾ പുലി ഇവിടെ ഇറങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ കടുവ ഇറങ്ങാനുള്ള കാരണം അതിൻ്റെ ഇരകളെന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഇരകൾ വേണം, അതുപോലെ കൂട്ടത്തോടുള്ള ഇരകൾ വേണം. ഇപ്പോൾ നമ്മൾ പറയും കാട്ടിൽ മാനില്ലേ, കാട്ടിൽ പന്നിയില്ലേ, അല്ലെങ്കിൽ അതുപോലുള്ള മൃഗങ്ങളില്ലേ. പക്ഷേ അവരുടെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇരപിടിയന്, കാരണം ഇര നിന്നു കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ആഫ്രിക്കയിലൊക്കെ ഹണ്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് മൃഗങ്ങളുടെ പുറകെ ചേസ് ചെയ്തിട്ടാണ് ഒരെണ്ണത്തിനെ അത് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഹാരത്തിൽ വന്ന കുറവ്, ഭക്ഷ്യവിഭവങ്ങൾ അത് ചെടികളിലായാലും മൃഗങ്ങളിലായാലും ഒക്കെ വളരെ നന്നായിട്ട് കുറവ് വന്നു. ഇന്ത്യയിൽ ക്വാളിറ്റിയുള്ള ഫോറസ്റ്റിൻ്റെ പെർസെൻറ്റ് കേരളത്തിൽ ഏതാണ്ട് 5.5% ഉള്ളൂ. നമ്മുടെ ഫോറസ്റ്റിൻ്റെ അളവ് കൂടുതലുണ്ട്, 29.6% വിഭവങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് മുൻകൈ എടുത്തിട്ട് ഇതിനെ മാൻ അസിസ്റ്റഡ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ അസിസ്റ്റൻമെൻറ്റിനോട് കൂടി തന്നെ ഇതിനെ ബിൽഡ് ചെയ്യണം. അവിടെയാണ് ആദിവാസി വിഭാഗങ്ങൾ വരുന്നത്. കാരണം അവർക്കറിയാം അപ്പോൾ എത്ര തരത്തിലുള്ള സസ്യങ്ങളാണ് അവിടെ വേണ്ടത്, എന്ത് തരത്തിലുള്ള മൃഗസമ്പത്തിനെ അവിടെ സംരക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ, ജനകീയ അടിത്തറയോട് കൂടിയുള്ള മാനേജ്മെൻറ്റ് പ്ലാൻ വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ സംഘർഷത്തിൻ്റെ ദുരിതം കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ആലപ്പുഴയിൽ നിന്ന് ഈ വയനാട്ടിൽ വന്നിങ്ങനെ കുറേ കുടിയേറ്റം നടന്നൊരു ജില്ലയാണ് വയനാട്, സാർ ഇങ്ങനെ കുടിയേറി ഇവിടെ താമസിക്കാൻ കാരണം എന്താണ്? ഞാൻ ആലപ്പുഴക്കാരനല്ല, ആലപ്പുഴ പ്രൊഫസർ സ്വാമിനാഥൻ്റെ സ്ഥലമാണ് മുങ്കമ്പ്. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് ആലപ്പുഴയോട് ചേർന്ന് തന്നെയാണ്. ഞാൻ വരാനുള്ളൊരു കാരണം യഥാർത്ഥത്തിൽ അത് ആക്സിഡൻ്റലാണ്. കാരണം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ തുടങ്ങിയത് കേരളത്തിൽ വയനാട്ടിലാണ്. അപ്പോൾ ഞാനായിരുന്നു അതിനുവേണ്ടി സ്വാമിനാഥൻ എന്നെയാണ് നിയോഗിച്ചത്. അങ്ങനെ ഞാൻ 96 വരുന്നത്, 96 സെപ്റ്റംബർ മാസത്തിൽ വരുന്നു. അങ്ങനെ വന്ന് ഞാൻ പക്ഷേ വയനാടുമായിട്ട് ഇടപഴകി വന്നപ്പോൾ താമസിക്കാൻ പറ്റിയ ഒന്നാന്തരം സ്ഥലം, നല്ല ജനങ്ങൾ, നല്ല പ്രകൃതി. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ ഞാൻ കൂടിയത്. പിന്നെ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്, എവിടെ താമസിച്ചാലും നമ്മളെല്ലാം കേരളീയരും മലയാളികളുമാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാം. സാറിന് പബ്ലിക്കിനോട്, പൊതുജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇത് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ കാര്യമുള്ളൂ. കാരണം ഇതുപോലുള്ള ചാനലുകൾ സംഭാവന ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ട്. കാരണം ശരിക്കും ഗ്രാസ് റൂട്ട്സ് റിപ്പോർട്ടിങ് ഇല്ലാത്ത പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന കാര്യം, അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് മേലേക്കിടയിലുള്ള ചെറിയ ഒരു പെർസെൻറ്റേജാണ്. മറിച്ച് നമ്മുടെ ജനാധിപത്യം വളരെ വൈബ്രൻ്റാണ് കേരളത്തിൽ. ആ വൈബ്രൻസിയെ ഈ ഒരു ചാനൽ കീപ്പ് ചെയ്യുന്നു. അത് ശ്രദ്ധിക്കുന്ന നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. കാരണം പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മളും മൃഗങ്ങളും എന്ന് തിരിച്ച് കാണാൻ പാടില്ല. അവർ നമ്മുടെ ബന്ധുക്കളാണ്. കാരണം നമ്മൾ ആ ശൃംഖലയിലെ ബന്ധുക്കളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ബ്രെയിനി ആയിട്ടുള്ള ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സാറിൻ്റെ ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ അങ്ങേക്കൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ, ഈ പൊസിഷനിൽ പലരും ഇരുന്നിട്ട് അങ്ങ് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പൊസിഷനിലെത്തിയപ്പോൾ എന്നിലൂടെ ഇത് സംഭവിക്കണം എന്ന് അങ്ങേക്ക് ആഗ്രഹമുള്ള എന്താണ്? എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. കാരണം അതിൻ്റെ ആ ജനകീയതയെ ഊട്ടി ഉറപ്പിക്കണം. ഇപ്പോൾ നമുക്ക് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ജൈവ വൈവിധ്യത്തെ നമുക്ക് ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഞാൻ പഠിച്ച സയൻസ് അറിയാം. പക്ഷേ ജനങ്ങളുടെ അറിവ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആ വൈവിധ്യത്തിൻ്റെ അറിവ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിനുള്ള നിയമപരമായിട്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ജനങ്ങളുമായിട്ട് ചേർന്നുള്ളൊരു പരിപാലനം ഇല്ല. അപ്പോൾ എൻ്റെ കാലത്തിൽ ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം ജനകീയവൽക്കരണം ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാറിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണം, ജനകീയവൽക്കരണം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടത്. അതിലൂടെ നമ്മുടെ നാടും നമ്മുടെ ഈ ഭൂമിയും നമ്മളും സംരക്ഷിക്കപ്പെടുകയാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും നിറവേറ്റണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.